Hello everyone, welcome to the Woman of Honor series. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഹലോ, വൺസ് അഗെയിൻ ഹാവ് എ നൈസ് ഡേ ആൻഡ് എ ഗുഡ് വീക്കെൻഡ്. ഇന്ന് നമ്മൾ ഒരു ചെറിയ ബൈബിൾ സ്റ്റഡിയാണ്. സാംസ് 119 വേഴ്സസ് 25 to 32. ഒരു ചെറിയ ആലോചനയിൽ നിന്നും ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ധാരാളം വഴികൾ ഈ ലോകത്തുണ്ട്, നമുക്കറിയാം. ഇപ്പോൾ എക്സ്പ്രസ് വേ ഉണ്ട്, സാധാരണ റോഡുകളുണ്ട്, പറഞ്ഞാൽ തീരാത്ത അത്രയും റോഡുകളുടെ പേരുകൾ മാറ്റിയ റോഡും പഴയ റോഡുകൾ എല്ലാം ഉണ്ട്. എന്നാൽ ഈ വഴികളിൽ കൂടിയൊന്നും പോയാൽ നമ്മൾ എവിടെ എത്തിപ്പെടുന്നു എന്നുള്ള നമുക്ക് ആദ്യം തന്നെ ആ ഡെസ്റ്റിനേഷൻ നമുക്കറിയാം. ചില വഴികൾ നമുക്കറിയാതെ ഇരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് നോക്കുമ്പോൾ നമ്മൾ നമ്മുടെ ആത്മീയമായ കാഴ്ചപ്പാടിൽ കൂടെ നോക്കേണ്ടതാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണല്ലോ. പുതിയ സൃഷ്ടിയായിരിക്കുന്ന ഒരു വ്യക്തി ക്രിസ്തുവിനോടൊപ്പം യാത്ര ചെയ്യണം, അല്ലേ? നമ്മുടെ ജീവിതം അതാണല്ലോ. അതിൻ്റെ അവസാനം നമ്മളുടെ എറ്റേണൽ ലൈഫിൽ എത്തിച്ചേരുന്നു. അവൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ വഴികളിൽ കർത്താവിൻ്റെ പിതാവായ ദൈവത്തിന് നേരത്തെ തന്നെ നമ്മളെ അറിയിച്ചിരിക്കുന്നതായ സങ്കീർത്തനക്കാരൻ പറയുന്നതായ വഴികളെയും കുറിച്ച് നമുക്ക് അല്പമായി ചിന്തിക്കാം. ഈ സങ്കീർത്തനത്തിൽ ഈ വാക്യങ്ങൾ എഴുതുമ്പോൾ സങ്കീർത്തനക്കാരൻ ഏതാണ്ട് ഒരു നിരാശയിലായിരിക്കുന്ന അവസ്ഥയിലാണ്. അതിൽ നിന്ന് കരകയറുവാൻ അനുതാപത്തോടുകൂടി പ്രാർത്ഥിക്കുന്നതാണ് 25-ാം വാക്യം. നമ്മളും പലപ്പോഴും നിരാശയിൽപ്പെട്ട് പോകാറുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കാനുള്ള മനസ്സുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കണം. ചുരുക്കം ചിലർ പ്രാർത്ഥിച്ചേക്കാം, അല്ലാത്തവർ നമ്മുടെ ചുറ്റുപാടുകളെയോ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളെയോ കുറ്റം പറഞ്ഞുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് രക്ഷ നേടുവാനായിട്ടാണ് ശ്രമിക്കാറുള്ളത്. നമ്മളാൽ പ്രവർത്തിച്ചാൽ തീരുന്ന കാര്യങ്ങൾ അല്ല, ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. നമ്മൾക്ക് എന്ത് പ്രതിസന്ധികളാണെങ്കിലും നിരാശയിലാണെങ്കിലും അവനാൽ അസാധ്യമായിട്ടൊന്നുമില്ലാത്തതുകൊണ്ട് കർത്താവിൽ സമർപ്പിക്കുക, നമ്മൾ പ്രാർത്ഥിക്കുക. അതാണ് നമ്മുടെ കടമ. അവൻ്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. നമ്മൾ ഉൽപ്പത്തി പുസ്തകം നോക്കുമ്പോൾ നീ മണ്ണിൽ നിന്നും ഉള്ളവനാകൊണ്ട് നീ മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന് പറയുന്നു. മരണത്തോളം അടുത്ത ഒരു അനുഭവമായിരുന്നു എന്നാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ ഉദ്ദേശിക്കുന്നത്. അവൻ്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മളുടെ ഈ ജനറേഷനിൽ കോവിഡ് കാലത്ത് നമുക്കറിയാം എത്രയോ പേര് മരിച്ചുപോയി. എന്നാൽ ആ മരണത്തോളം ഏറ്റവും അടുത്ത് നിന്നായ അവസ്ഥയിൽ നിന്നൊക്കെയും ദൈവം നമ്മളെ രക്ഷിച്ച് ഇന്ന് നമ്മളെ നിലനിർത്തിയിരിക്കുന്നതിന് നമ്മൾ അവന് എത്ര സ്തോത്രം പറയണം, എത്ര ഹല്ലേലൂയ പറയണം. കോടാനുകോടി സ്തോത്രം പറയുകയാണ്. നമ്മുടെ ജീവനെ അവന് മരണത്തിൽ നിന്നും നമ്മളെ ആ പൊടിമണ്ണിലേക്ക് ചേരേണ്ടതായ നമ്മളുടെ ശരീരത്തെയും ജീവനെയും അവൻ നിലനിർത്തിയതിനായി നന്ദി പറയാം. ദൈവം മുമ്പിൽ വിനയപ്പെടുക മാത്രം ചെയ്യുക എന്നാണ് 26 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ദൈവം പറയുന്നത് എൻ്റെ വഴികളെന്ന് പറയുന്നു. ദൈവത്തിൻ്റെ 5 വഴികൾ, അതിലൊന്ന് അവൻ്റെ വഴി. രണ്ടാമത്തത് നിൻ്റെ പ്രമാണങ്ങളുടെ വഴി എന്ന് പറയുന്നു. മൂന്നാമത് ഫോഷ്കിൻ്റെ വഴി. നാലാമത് വിശ്വസ്തതയുടെ വഴി. അഞ്ചാമത്തത് കൽപ്പനകളുടെ വഴി. ഇങ്ങനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ 5 വഴികളാണ്. ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ കര കയറുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുള്ളത് വളരെ വ്യക്തമാണ്. ദൈവം പറയുന്നത് എൻ്റെ വഴികൾ, അതായത് യഹോവയ്ക്ക് ഒരുവൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ അവൻ്റെ വഴികളെ സ്ഥിരപ്പെടുത്തുമെന്നാണ് പറയുന്നത്. ദൈവത്തിന് പ്രസാദം തോന്നണം. നമ്മൾ അവൻ്റെ വഴികളിൽ നടക്കുമ്പോഴാണ് ദൈവത്തിന് പ്രസാദം തോന്നുന്നത്. അപ്പോൾ നമ്മുടെ വഴികളെ അവൻ സ്ഥിരപ്പെടുത്തും. 27-ാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, നിൻ്റെ പ്രമാണങ്ങളുടെ വഴി എന്നെ പഠിപ്പിക്കണമേ, ഞാൻ നിൻ്റെ അത്ഭുതങ്ങളെ ധ്യാനിക്കുമെന്ന്. അതായത് ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ വചനം വായിക്കണം.
നമ്മൾ ഓരോ ദിവസവും അറ്റ്ലീസ്റ്റ് ഒരു 2 അധ്യായം വെച്ചെങ്കിലും നമ്മൾ വചനത്തിൽ നിന്ന് വായിക്കണം എന്നുള്ളതാണ്. നമുക്കപ്പോൾ ദൈവത്തിൻ്റെ വഴികളെ മനസ്സിലാക്കുവാനും ദൈവത്തിൻ്റെ കൽപ്പനകളെ മനസ്സിലാക്കുവാനും അവൻ്റെ അത്ഭുത പ്രവൃത്തികളെയും അവൻ്റെ പ്രമാണങ്ങളെയൊക്കെയും നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ബൈബിൾ വായിക്കുക തന്നെ ചെയ്യണം. അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്, ഞാൻ നിൻ്റെ അത്ഭുതങ്ങളെ ധ്യാനിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. അപ്പോൾ ധ്യാനം എന്നുള്ളത് ഏറ്റവും ആവശ്യവും അതുപോലെ തന്നെ നമ്മൾക്ക് അനുഗ്രഹം തരുന്നതുമായ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അനുഭവം എന്ന് തന്നെ നമ്മൾ പറയണം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിൽ ധ്യാനിച്ച്, അവൻ്റെ വചനത്തിൽ ധ്യാനിച്ച്, അവൻ്റെ പ്രമാണങ്ങളെ ധ്യാനിച്ച് നമ്മൾ അവനോടൊപ്പം ആയിരിക്കുന്ന സമയമാണത്. ആ ധ്യാനത്തിലാണ് ദൈവവുമായിട്ട് നമ്മൾ സംസർഗം ഉണ്ടാകുന്നത്. നമ്മൾ കുറേ പ്രാർത്ഥിച്ച് കുറേ വാക്കുകൾ പറയുമ്പോൾ ദൈവം കേൾക്കുന്നു, എന്നാൽ ദൈവം തിരിച്ച് നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ ധ്യാനിക്കുമ്പോഴാണ്. അടുത്തതായിട്ട് നമ്മൾ 27-ാം വാക്യത്തിൽ നോക്കുമ്പോൾ 27-ാം വാക്യത്തിലാണ് നമ്മൾ പ്രമാണങ്ങളുടെ വഴിയെ എന്നെ പഠിപ്പിക്കണമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് കാണും. 28-ൽ ആത്മാവിൻ്റെ ഒരു വേദന അനുഭവപ്പെടുന്ന ഒരു വ്യക്തി, അതായത് എൻ്റെ പ്രാണൻ വിഷാദം കൊണ്ട് ഉരുകുന്നു, നിൻ്റെ വചനപ്രകാരം എന്നെ നിവർത്തണമേ എന്ന് പ്രാർത്ഥിക്കും. അതൊരു ശരിക്കും ദൈവസന്നിധിയിൽ അവൻ്റെ വേദന അവന് ഇറക്കി വെച്ച്, അവൻ്റെ പ്രാണൻ വിഷാദം കൊണ്ട് ഉരുകുന്നെന്ന് പറയുമ്പോൾ എത്രമാത്രം ഹൃദയവേദന ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ അവസ്ഥയിലായിരിക്കുന്ന ഒരു മനുഷ്യന് നിൻ്റെ വചനപ്രകാരം എന്നെ നിവർത്തണമേ എന്ന് പറയുകയല്ലാതെ ദൈവസന്നിധിയിൽ അഭയം പ്രാപിക്കുകയല്ലാതെ വേറെ വഴിയില്ലല്ലോ. അങ്ങനെ ചെയ്യുന്നവൻ തീർച്ചയായിട്ടും ഉയർത്തപ്പെടും. മൂന്നാമതായി നമ്മൾ ഭോഷ്കിൻ്റെ വഴി. ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ ചുറ്റുപാടിൽ ആ വഴിയാണ് അധികമായിട്ടുള്ളത്. എല്ലാ മേഖലകളിലും നടക്കുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. അതായത് നിൻ്റെ ന്യായപ്രമാണം എനിക്ക് കൃപയോടെ നൽകണമേ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. ഭോഷ്കിൻ്റെ വഴിയിൽ നടക്കാതിരിക്കുവാനായിട്ട് നിൻ്റെ ന്യായപ്രമാണം എനിക്ക് കൃപയോടെ നൽകണമേ. അപ്പോൾ നമ്മൾ തിരിച്ചറിയും ഏതാണ് നേരായ വഴി, ഏതാണ് ഭോഷ്കിൻ്റെ വഴി എന്നുള്ളത്. അപ്പോൾ ഈ ഭോഷ്കിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്നവൻ ഒരു നാളും രക്ഷ പ്രാപിക്കുകയില്ല. അത് ചെന്ന് അവസാനിക്കുന്നത് പാതാളത്തിലായിരിക്കും, അല്ലെങ്കിൽ പാപത്തിൻ്റെ അടിമത്തത്തിലായിരിക്കും. നമ്മളുടെ ചുറ്റുപാടുകളിലുള്ള ഈ ഭോഷ്കിൻ്റെയും അതുപോലെ തന്നെ അനുഗ്രഹത്തിൻ്റെയും വഴികളെ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രയാണം ചെയ്യുമ്പോൾ കുടുംബമായിട്ട് നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുവാനുള്ള മനസ്സുണ്ടാകുകയും നമ്മുടെ തലമുറകളെ അത് ശീലിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. അടുത്തതായിട്ടുള്ളതാണ് വിശ്വസ്തതയുടെ മാർഗം. അത് എത്ര പറഞ്ഞാലും തീരാത്ത കാര്യമാണ്. ബൈബിളിൽ അനേകം ഉദാഹരണങ്ങൾ, അനേക വ്യക്തികളുടെ അനുഭവങ്ങളുള്ള ഒരു വിഷയമാണ് വിശ്വസ്തത. അത് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, വിശ്വസ്തതയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന്. നിൻ്റെ വിധികളെ എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, നിൻ്റെ സാക്ഷ്യങ്ങളോട് ഞാൻ പറ്റിയിരിക്കുന്നു. അപ്പോൾ വിശ്വസ്തതയുള്ളൊരു മനുഷ്യന് എല്ലാ കാര്യങ്ങളിലും ആ മാർഗത്തിൽ തന്നെ അവൻ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ വിധികളുടെ മുമ്പിൽ അവനെ തന്നെ സമർപ്പിച്ച് ദൈവത്തിൻ്റെ സാക്ഷ്യത്തോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. അവസാനമായി കൽപ്പനകളുടെ വഴി എന്ന് പറയുന്നു. ഞാൻ നിൻ്റെ കൽപ്പനകളുടെ വഴിയിൽ ഞാൻ ഓടും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാക്യമാണ്. അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുതെന്നാണ് കർത്താവ് പറയുന്നത്. അതായത് കൽപ്പനകളുടെ വഴി, ആ കൽപ്പനകളുടെ വഴിയിൽ കൂടെ തന്നെ നടക്കണമെന്ന് പറയുമ്പോൾ അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ സഞ്ചരിക്കാതെ നമ്മൾ കർത്താവിൻ്റെ വഴിയിൽ തന്നെ നിലനിൽപ്പാനായിട്ട് നമ്മളെ തന്നെ ഒരുക്കണം, നമ്മളെ തന്നെ സമർപ്പിക്കണം. നമ്മൾ അതിനായിട്ട് തീരുമാനങ്ങളെടുത്ത് അതിന് പ്രകാരം ജീവിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. നിങ്ങളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ടു ഓൾ. ബൈ. ഹാവ് എ നൈസ് ടൈം.